എത്ര തവണ പോയാലും മതിവരാത്ത, ഓരോ യാത്രയിലും നവ്യാനുഭൂതിയേകുന്ന ഒന്നാണ് കൊല്ലൂർ ശ്രീ മൂകാംബികാ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര. നാം അവിടേക്ക് പോകാൻ എത്രയൊക്കെ ശ്രമിച്ചാലും ദേവിയുടെ വിളി ഉണ്ടാവുമ്പോൾ മാത്രമേ അത് സാധ്യമാകൂ എന്നത് അനുഭവസാക്ഷ്യം. അങ്ങനെ മൂകാംബിക ദേവി എന്നെയും അവിടേക്ക് വിളിച്ചു ദർശന ഭാഗ്യം തന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മൂകാംബികാ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുവാൻ കഴിഞ്ഞാൽ അത് ഒരു മഹാഭാഗ്യമാണ്, ജീവിത സാഫല്യമാണ്. സൗപർണികയിൽ മുങ്ങിക്കുളിച്ചുള്ള ദേവിദർശനം ഒരിക്കലും മറക്കാനാകാത്ത ഒരു അനുഭൂതിയാണ്, സായുജ്യമാണ്. പരശുരാമൻ സൃഷ്ടിച്ച 7 തീർത്ഥാടനാ കേന്ദ്രങ്ങളിൽ ഒന്നാണ് കൊല്ലൂർ ശ്രീ മൂകാംബികാ ക്ഷേത്ര. 1200 വർഷത്തിലധികം പഴക്കമുണ്ടതിന്. ശ്രീശങ്കരാചാര്യർക്ക് സരസ്വതീദേവി നേരിട്ട് ദർശനം നൽകിയതും ഈ പുണ്യഭൂമിയിലാണ്. വിദ്യയെയും സുകുമാരകലകളെയും ഉപാസിക്കുന്നവരുടെ തീർത്ഥാടന കേന്ദ്രമാണിത്. ഒരിക്കലും വറ്റാത്ത 64 തീർത്ഥങ്ങൾ ഒരുമിക്കുന്ന സൗപർണിക നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മൂകാംബിക ക്ഷേത്ര ചരിത്രമനുസരിച്ച് ഈ ക്ഷേത്രം മാത്രമാണ് പാർവതി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ഈ ക്ഷേത്രത്തോട് പ്രത്യേക താൽപ്പര്യമുണ്ട്. പാർവതിയെ തമിഴിൽ തായ് മൂകാംബിക എന്നാണ് വിളിക്കുന്നത്. അതിനാൽ ക്ഷേത്രത്തിന് എങ്ങനെ പേര് ലഭിച്ചുവെന്ന് നമുക്ക് ഊഹിക്കാം. ഒരിക്കൽ കംസാസുരൻ എന്ന അസുരൻ തപസ്സു ചെയ്ത് അജയ്യനാകാൻ ശിവദേവനെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചു. ഇത് തടയുന്നതിനായി ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം സരസ്വതി ദേവി അദ്ദേഹത്തിനെ മൂകനാക്കി. ഇത് ശിവനോട് വരം ചോദിക്കുവാൻ അദ്ദേഹത്തിന് കഴിവില്ലാതാക്കി. കംസാസുരൻ അങ്ങനെ മൂകാസുരനായി. ഇത് മൂകാസുരനെ കോപത്താൽ രോഷാകുലനാക്കി. അവൻ ഇന്ദ്രനെ പരാജയപ്പെടുത്തി തന്റെ രാജ്യം ഏറ്റെടുക്കുകയും 3 ലോകങ്ങളെയും കുഴപ്പത്തിലാക്കുകയും ചെയ്തു. കോസ്മിക് ബാലൻസ് പുനഃസ്ഥാപിക്കുന്നതിനായി ത്രിമൂർത്തികളായ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും അവരുടെ ഭാര്യമാരായ ത്രിദേവിയെ, അതായത് സരസ്വതിയെയും പാർവതിയെയും ലക്ഷ്മിയെയും അസുരനെ പരാജയപ്പെടുത്താൻ ഒരു രൂപം സൃഷ്ടിക്കാൻ വിളിച്ചു. അവരുടെ സംയോജിത ഊർജം ഒരു ദേവതയായി പരിണമിച്ചു. അവൾ സിംഹത്തിൽ കയറി മൂകാസുരനെ വധിച്ചു. മൂകാംബിക എന്ന പേര് നേടി. ജനകീയ പാരമ്പര്യമനുസരിച്ച് മൂകാംബിക കംസാസുരനെ വധിച്ച കാലഘട്ടത്തിൽ കൊല്ലൂരിൽ നിന്നുള്ള ഒരു മുനി ത്രിമൂർത്തികളോടും ത്രിദേവിയോടും തപസ്സു ചെയ്തു. തപസ്സനുഷ്ഠിച്ച സ്ഥലത്ത് ഈ എല്ലാ ദേവതകളുടെയും ഒരു മൂർത്തി, വിഗ്രഹം സ്ഥാപിക്കാൻ അഭ്യർത്ഥിച്ചു. അവർ ഈ ആഗ്രഹം സാധിച്ചു കൊടുത്തു. കാലക്രമേണ ശങ്കരാചാര്യർ മൂകാംബികയെ അനുകരിക്കുന്ന ഒരു വിഗ്രഹം കണ്ടെത്തി. കർണാടകയിലെ കൊല്ലൂരിൽ മൂകാംബിക ക്ഷേത്രത്തിന്റെ ശ്രീകോവിലായി രൂപീകരിക്കുന്നതിനായി ലിംഗത്തിന് പിന്നിൽ സ്ഥാപിച്ചതായി കണക്കാക്കപ്പെടുന്നു. രാവിലെ മഹാകാളിയായും മധ്യാഹ്നം മഹാലക്ഷ്മിയായും വൈകുന്നേരം മഹാസരസ്വതിയായും ദേവിയെ ആരാധിക്കുന്നു. മൂകാംബികയും ആദിശങ്കരനുമായി ബന്ധപ്പെട്ട പ്രശസ്തമായ ഐതിഹ്യം പറയുന്നത്, വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ വിദ്യാഭഗവതിയായ സരസ്വതിക്ക് ക്ഷേത്രങ്ങൾ ഇല്ലാത്തതിൽ വിഷമിച്ച ശ്രീ ആദിശങ്കരൻ കുടജാദ്രി മലനിരകളിൽ തപസ് ചെയ്യുകയും ഈ തപസ്സിൽ പ്രസാദിച്ചു പരാശക്തി സരസ്വതീഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്റെ കൂടെ ഭഗവതി വരണമെന്നും താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ദേവിയെ പ്രതിഷ്ഠിക്കണം എന്നും ആഗ്രഹം അറിയിക്കുകയും ചെയ്തു. ഇത് സമ്മതിച്ച ദേവി അദ്ദേഹത്തെ പിന്തുടരുകയും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ ശങ്കരൻ തിരിഞ്ഞു നോക്കരുതു എന്ന വ്യവസ്ഥ വയ്ക്കുകയും ചെയ്തു. ശങ്കരനെ പരീക്ഷിക്കാനുറച്ച ദേവി കൊല്ലൂരെത്തിയപ്പോൾ തന്റെ പാദസരത്തിന്റെ ശബ്ദം നിലപ്പിക്കുകയും ഇതിൽ സംശയാലുവായ ശങ്കരൻ തിരിഞ്ഞു നോക്കുകയും ചെയ്തു. അങ്ങനെ സരസ്വതീദേവി അവിടെയുണ്ടായിരുന്ന ആദിപരാശക്തിയുടെ സ്വയംഭൂവിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. തന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട അതേ രൂപത്തിലാണ് സ്വയംഭൂവിനു പിറകിൽ ഭഗവതിയെ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു. ശങ്കരാചാര്യർക്ക് നിർബന്ധമാണെങ്കിൽ കേരളത്തിൽ എറണാകുളം ജില്ലയിലുള്ള പ്രസിദ്ധമായ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ രാവിലെ നിർമ്മാല്യ സമയത്ത് താൻ കുടികൊള്ളാമെന്ന് ദേവി അറിയിച്ചുവെന്നും കഥയുണ്ട്. തന്മൂലം മൂകാംബികാ ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കുന്നത് ചോറ്റാനിക്കരയിൽ നട തുറന്ന് നിർമ്മാല്യവും അഭിഷേകവും കഴിഞ്ഞാണ്. ഇപ്പോൾ ആദിശങ്കരൻ രചിച്ച മൂകാംബിക ദേവി മന്ത്രവും മഹാലക്ഷ്മി അഷ്ടകവും സ്തോത്രവും എന്നും ഇവിടെ മുഴങ്ങുന്നു. അമ്മയുടെ തൃപ്പാദങ്ങളിൽ നമിച്ചുകൊണ്ട് ഭക്തർക്കായി സമർപ്പിക്കുന്നു. തത്വമസി.